ഇടുക്കി കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന വൻമരം മുറിച്ചുമാറ്റാൻ ഇനിയും നടപടിയായില്ല. റോഡ് നിർമ്മാണത്തിനായി മരത്തിന്റെ വേരുകൾ മുറിച്ചുമാറ്റിയതോടെ അപകടാവസ്ഥ വർദ്ധിച്ചു. നെടുങ്കണ്ടം കല്ലാറിന് സമീപം നിൽക്കുന്ന മരമാണ് മുറിച്ചുമാറ്റാത്തത്. കല്ലാർ ബദനി ആശ്രമത്തിന് സമീപമാണ് വൻ വാഗമരം ഭീഷണിയായി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന ഈ മരത്തിന്റെ താഴ്ഭാഗത്തു കൂടിയാണ് 33 kV 11 kV LT വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത്. മരം വെട്ടിമാറ്റണമെന്ന് പ്രദേശവാസികൾ പലതവണ പഞ്ചായത്ത്, പൊതുമരാമത്ത് വകുപ്പ്, KCB അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് കമ്പംമെട്ട് വണ്ണപ്പുറം റോഡ് നിർമ്മാണവും ആരംഭിച്ചത്. റോഡിന് വീതി കൂട്ടി കലുങ്ക് നിർമ്മിക്കാൻ വേണ്ടിയും ഈ മരം വെട്ടിമാറ്റിയില്ല. പകരം മരത്തിന്റെ വേരുകൾ മാത്രം വെട്ടിമാറ്റി കൽക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കരാറുകാരൻ. മതിലുകെട്ട് ഭാഗമായിട്ട് ഇതിന്റെ വേര് മാന്തി വെച്ചിരിക്കുകയാണ്. ഏത് സമയത്തും ഈ മരം ഉണങ്ങി മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ്. ആ മരം നിർത്തിക്കൊണ്ട് ഇപ്പോൾ റോഡ് പണിയുന്ന രീതിയിലാണ് ഇതിന്റെ പണി നടക്കുന്നത്. അതുകൊണ്ട് ഇതുണ്ട്, ഈ വലിയ മരത്തിന്റെ ശാഖകളൊക്കെ റോഡിലേക്ക് ഇരിക്കുകയാണ്. സ്കൂൾ ബസ്സൊക്കെ കീഴെ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പ് ഒടിഞ്ഞു വിടാൻ തീരെ വിലക്കുറവുള്ള വാഗമരമാണ്. KCB ബോർഡ് പറയുന്നു ലൈൻ അഴിച്ചു കൊടുക്കണമെങ്കിൽ വലിയ പൈസ വേണം. കോൺട്രാക്ടർ പറയുന്നു അതിനുള്ള ഫണ്ട് ഞങ്ങൾക്കില്ല. പഞ്ചായത്ത് പറയുന്നു പിന്നെ വനംവകുപ്പിൻ്റെ പെർമിഷൻ വേണം. അങ്ങനെ പല നൂലാമാലകൾ പിടിച്ച ഒരു വലിയ മരം ഇങ്ങനെ ഇവിടെ നാട്ടുകാർക്ക് ഭീഷണിയായിട്ടിരിക്കുന്നു. മരം മുറിച്ചു മാറ്റുന്നതിനായി വൈദ്യുതി ലൈനുകൾ മാറ്റാൻ ഭീമമായ തുകയാണ് KCB ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. എന്നാൽ ഇത് നൽകാൻ കരാറുകാരനും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് വേര് മാത്രം വെട്ടി റോഡിന്റെ വീതി കൂട്ടിയത്. മരത്തിന് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് വിദ്യാർത്ഥികളടക്കം ബസ് കാത്തു നിൽക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.